നമസ്കാരം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള എൻ്റെ കുറച്ച് വീഡിയോസിൽ ഞാൻ എൻ്റെ അമ്മാവൻ്റെ മൂവീസ്, അമ്മാവൻ ഡയറക്ടർ എം മോഹൻ്റെ കുറച്ച് മൂവീസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആയിട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂവി പക്ഷേ എന്നുള്ള മൂവിയായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറേ മെസ്സേജസ്, കുറേ കമൻസ്, കുറേ DMs ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം അമ്മാവൻ്റെ ആ ഒരു വർക്കും അതിനെ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഭയങ്കര സന്തോഷം തോന്നി. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മൂവീനെ പറ്റി പറഞ്ഞിട്ട്, അമ്മാവൻ്റെ ഡയറക്ഷനെ പറ്റി പറഞ്ഞിട്ടൊക്കെ. അപ്പം എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു മൂവി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ മൂവിയുടെ നെയിമാണ് വിട പറയും മുമ്പേ. ഈ മൂവി 1981 റിലീസായിരിക്കുന്നത്. ഈ മൂവി നേരത്തെ പറഞ്ഞ പോലെ 1981 റിലീസായിരിക്കുന്നത്. ഈ പടം 1971 ഇറങ്ങിയ ഒരു ഹിന്ദി മൂവിയായ ആനന്ദിന്റെ ഒരു ലൂസ് അഡാപ്റ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഡീൽ ചെയ്യുന്നത് നെടുമുടി സാറ്, അതുപോലെ പ്രേം നസീർ സാറ്, പിന്നെ ലക്ഷ്മി മാമാണ് ഇതിലെ നായിക. ലക്ഷ്മി മാം അറിയാമായിരിക്കും, ചട്ടക്കാരിയിലെ നായികയായിട്ടുള്ള ലക്ഷ്മി മാമാണ്. അപ്പോൾ പിന്നെ അതല്ലാതെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശങ്കരാടി സാറ്, രവി മേനോൻ സാറ്, ഇന്നസെന്റ് അങ്കിള്, അവരൊക്കെയാണ് കുഞ്ഞു റോൾസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മൂവിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഡീൽ ചെയ്യുന്നൊരു ആളാണ് ഭരത് ഗോപി സാറ്. അതിലൊരു അധികം സീൻസ് ഒന്നും ഇല്ലെങ്കിലും അതിലൊരു ഡോക്ടറായിട്ടാണ് വരുന്നത്. പക്ഷെ ഈ മൂവിയുടെ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് സാറുടെ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ മാധവൻകുട്ടിയുടെ ഫ്രണ്ടായിട്ട്, എന്ന് വെച്ചാൽ പ്രേം നസീർ സാറുടെ ഫ്രണ്ടായിട്ടുള്ളൊരു റോളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ബ്രോക്കൺ മാരേജ് ആണ്. അപ്പോൾ ആളുടെ ഒരു വിഷമം അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആളാണ് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ആ ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന ആള് ഭരത് ഗോപി സാറാണ്. അപ്പോൾ പുള്ളിയുടെയും ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ മൂവിയിൽ നമുക്ക് കാണാം. അപ്പം എനിക്ക് അമ്മാവൻ്റെ സിനിമ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിമിൽ കുറേ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് കുറേ റോൾസും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും അവർ ചെയ്യുന്ന കുഞ്ഞു റോളാണെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഇന്നസെന്റുകളുടെ ആയാലും ശരി, ചെറിയ 1-2 ഡയലോഗ്സ് ഒക്കെ വന്ന് പോകുന്ന ഒരു റോളേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഇനി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ആളുടെ വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അപ്പോൾ ഈ പടത്തിന്റെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേം നസീർ സാറ് മാധവൻകുട്ടി എന്നുള്ള റോളാണ് ചെയ്യുന്നത്. ആളൊരു എംപ്ലോയറാണ്, ഒരു വലിയൊരു കമ്പനി എംപ്ലോയറാണ്. അപ്പോൾ ഈ മാധവൻകുട്ടീനെ എനിക്ക് ഇത് കണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഇതിൽ പ്രേം നസീർ സാറിന്റെ റോള് ഭയങ്കരമായിട്ട് എനിക്ക് അമ്മാവനായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അമ്മാവന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി. കാരണം അമ്മാവൻ കുറച്ചൊരു കർക്കശക്കാരനായിട്ടുള്ളൊരു ടൈപ്പ് ഒരാളാണ്. എസ്പെഷ്യലി ടൈമിങ്ങിന്റെ കാര്യത്തിൽ ആൾക്ക് ടൈമൊക്കെ പക്കയായിട്ട് കറക്റ്റ് സമയത്ത് നമ്മൾ ഇറങ്ങണം, എങ്ങടെങ്കിലും പോവുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഇറങ്ങണം, അങ്ങനെയൊക്കെ കുറച്ചൊരു ഇതുള്ള ഒരാളാണ്. അപ്പോൾ ഇതിലും പ്രേം നസീർ സാറിന്റെ റോള് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു റോളാണ്. അപ്പോൾ ആള് കമ്പനി എംപ്ലോയറാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരാണ് നെടുമുടി സാറ്, സേവിയർ എന്ന റോളിന്റെ പേര്. പിന്നെ ശങ്കരാടി സാറ്, ഇന്നസെന്റ് അങ്കിള്, അങ്ങനെ കുറച്ച് പേര്, രവി മേനോൻ സാറൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ സേവിയർ എന്ന് പറയുന്ന നെടുമുടി വേണു സാറിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഉഴപ്പനാണ്. ജോലിക്ക് വരാൻ ഭയങ്കര മടിയാണ്. വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യും, പക്ഷെ എന്നിരുന്നാലും ഒരു ഉഴപ്പനാണ്. ആള് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ആള് ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്ന് ഓഫീസിൽ വരാൻ ലേറ്റായി, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ആൾക്ക് പലവട്ടം വാണിംഗ് കിട്ടിയിട്ടുണ്ട്, സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് ഈ മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ പ്രേം നസീർ സാറിന്റെ വൈഫ് സുധ എന്താ വെച്ചാൽ ലക്ഷ്മി മാം ചെയ്യുന്ന റോള്, പുള്ളിക്കാരിനെ സോപ്പിട്ടിട്ടാണ് ഈ സസ്പെൻഷനിൽ നിന്ന് ഒഴിഞ്ഞേക്കുന്നത്. അപ്പൊ ആൾക്ക് അവരെ ഫാമിലിയായിട്ടും, നെടുമുടി സാറിന് അവരെ ഫാമിലിയായിട്ടും ഒരു ബോണ്ട് ഉള്ളതായിട്ട് നമുക്കതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ഈ ആളുടെ ഭയങ്കര കർക്കശമായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ പ്രേം നസീർ സാറിന്റെ ഇതിലത്തെ മാധവൻകുട്ടിയുടെ അങ്ങനത്തെ ഒരു നേച്ചർ മൊത്തത്തില് വൈഫിനായാലും ശരി, ഒരു ഫാമിലി ലൈഫിനായാലും ഭയങ്കര രീതിയിൽ മോശമായിട്ട് എഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്കത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫോർക്കും നൈഫൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതാണ് ഒരു ഭയങ്കര നമുക്കിതായിട്ട് തോന്നും. അത് കഴിക്കുമ്പോൾ അതിന് ശബ്ദം ഉണ്ടാവുമ്പോൾ ആൾ ഇറിറ്റേറ്റഡ് ആവുന്നു. അതുപോലെ തന്നെ വീട്ടിലൊക്കെ എല്ലാത്തിനും ഒരു ചിട്ട വേണം. ഓഫീസ് വിട്ട് വന്ന ഭാര്യ കാപ്പി കൊണ്ട് തന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ പ്രേം നസീർ സാറിന്റെ റോള്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അമ്മാവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ടൈമിങ്ങിന്റെ കാര്യത്തിലും കുറച്ചൊരു പെർട്ടിക്കുലർ ആണ് അമ്മാവൻ ചില കാര്യങ്ങളിൽ. ഇങ്ങനെ എന്തും ക്യാരക്ടേഴ്സ് ഒന്നുമില്ല ഞങ്ങളുടെ അമ്മാവനില്ല. അത് കഴിഞ്ഞ് ഇവരുടെ ലൈഫിൽ, ഫാമിലി ലൈഫിലും കുറച്ച് ഇഷ്യൂസ് വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കഥാപാത്രമാണ് ഭരത് ഗോപി സാറ്. ആളുടെ ഫ്രണ്ടായിട്ടാണ്, എന്ന് വെച്ചാൽ മാധവൻകുട്ടിയുടെ ഫ്രണ്ടായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ ഇങ്ങനത്തെ ഒരു നേച്ചർ വെച്ച് തൻ്റെ ഫാമിലിയും തൻ്റെ വൈഫിനൊക്കെ ഭയങ്കരമായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട് കാണാം അതിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മാവൻ്റെ ഒരു ഇതെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിൽ പ്രേം നസീർ സാറ് ഒരു സീനിൽ ഒരു പാർട്ടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വൈഫും ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കൂടെ ഇറങ്ങുമ്പോൾ പറയും, നീ ഇപ്പം എന്തിനാ വരേണ്ട ആവശ്യം? പറയും, ഇല്ല പാർട്ടിയല്ലേ ഞാനും കൂടി വേണ്ട, നിന്നെ വിളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വിളിക്കാത്ത പാർട്ടിക്ക് നിങ്ങൾക്ക് വരേണ്ട ആവശ്യം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൊളീഗ്സിന്റെ വൈഫ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ വന്നാൽ എന്താ കുഴപ്പം? പറഞ്ഞപ്പോൾ നിന്നെ വിളിച്ചിട്ടില്ല, അപ്പോൾ നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഞാൻ ആ ഫംഗ്ഷന് പോയിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചു വരാമെന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ അമ്മാവൻ്റെ ഒരു ക്യാരക്ടറാട്ടോ. അമ്മാവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ വരണ്ട അങ്ങനെയല്ല, പക്ഷെ നമ്മളെ വിളിച്ചോടത്തേക്ക് അല്ലാത്തോടത്ത് നമ്മളെന്തിനാ പോകണ്ടേ, അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ട് അമ്മാവന്. അത് ഞാൻ അമ്മായിയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മായിയെ പറഞ്ഞത് ആ ഒരു ക്യാരക്ടറൊക്കെ അമ്മാവനായിട്ട് റിലേറ്റ് ചെയ്യുക. അതുപോലെ ടൈമിങ്ങിന്റെ കാര്യമാണ് എനിക്കിതിൽ ഏറ്റവും അധികം തോന്നിയത്. നമ്മുടെ വീട്ടിൽ തന്നെ പല ഫംഗ്ഷൻസിനും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മാവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അമ്മാവന് അത് ഇഷ്ടമല്ല. നമ്മളൊരു സ്ഥലത്ത് പോകേണ്ട ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിയിരിക്കണം. അത് അമ്മാവൻ ഭയങ്കര പെർട്ടിക്കുലറാണ്. അത് പലരും ഈ പറഞ്ഞ പോലെ അമ്മാവൻ്റെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സെറ്റിലായാലും ശരി അമ്മാവൻ ഭയങ്കര ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഭയങ്കര പക്കയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ അമ്മാവൻ്റെതായിട്ടുള്ളൊരു ചിട്ടവട്ടങ്ങളുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം, അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ ഈ സേവിയർ വീണ്ടും ഇങ്ങനെ ഭയങ്കര ഉഴപ്പനായി വരുമ്പോൾ ആളെ പുറത്താക്കാനുള്ള ഒരു പ്ലാനിലേക്ക് ഇങ്ങനെ നിൽക്കുമായിരിക്കും ഈ എംപ്ലോയർ ആയിട്ടുള്ള പ്രേം നസീർ സാർ. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പുറത്താക്കിയേ മതിയാവൂ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുമ്പോൾ സേവിയർ വന്നിട്ട് ആളോടൊരു സ്റ്റോറി പറയും, ലൈക്ക് എൻ്റെ ലൈഫ് ഭയങ്കര മോശമാണ്, എൻ്റെ വൈഫ് തളർവാദം വന്ന് കിടക്കുകയാണ്, ഒരിക്കലും രക്ഷപ്പെടില്ല, ആ ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്ന, 2 പിള്ളേരുണ്ട്, അവരൊക്കെ ഒരുക്കി അവരെ സ്കൂളിലേക്കൊക്കെ വിട്ടു വരുമ്പോൾ ഞാൻ ഭയങ്കര ലേറ്റ് ആവുന്ന, അല്ലാണ്ട് മനഃപൂർവ്വം അല്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രേം നസീർ സാറിന് ഭയങ്കര ഒരു സങ്കടം തോന്നും. അയ്യോ ഇത്രയും സഫർ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് ആളോട് ഒരു ലീനിയൻസി തോന്നിയിട്ട് ആളുടെ ഈ പുറത്താക്കുന്ന പരിപാടി വേണ്ടാന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുമായിരിക്കും. അങ്ങനെ അതുപോലെ തന്നെ ഈ പടത്തിൽ കുറേ സീൻസിൽ കടൽ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന് കടൽ ഭയങ്കര ഇഷ്ടമാണ്. കടലിൻ്റെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനൊക്കെ എന്തോ ഉള്ളിൽ എന്തൊക്കെയോ വലിയ അർത്ഥങ്ങളുണ്ട്, എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം വൈഫായിട്ടുള്ളൊരു അടി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ പോയിരിക്കുമായിരിക്കും. അപ്പോൾ ആ ദിവസം തന്നെ ഈ സേവിയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭാര്യയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് ഓഫീസിൽ നിന്ന് പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രേം നസീർ സാറ് കടലിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെയുള്ള പിള്ളേരോടെ പട്ടം പറത്തി കളിക്കുന്നത് കാണാം. ആള് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് മാധവൻകുട്ടി സേവിയറിനെ പിറ്റേ ദിവസം തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ ഈ സേവിയറുടെ ആക്ച്വൽ സ്റ്റോറി നമ്മളെ കാണിക്കുക ചെയ്യുന്നത്. ആക്ച്വലി ആ ഭാര്യയുടെ സ്റ്റോറി പറഞ്ഞത്, മക്കളുടെ സ്റ്റോറി പറഞ്ഞ ആളുടെ ഇമാജിനേഷനാണ്. ആൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് വേണമായിരുന്നു, പക്ഷെ ആൾക്ക് അതൊന്നും ഇല്ല. ആള് എന്ന് വേണമെങ്കിൽ മരിച്ചു പോവാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു രോഗിയാണ് ആക്ച്വലി സേവിയർ. അങ്ങനെ ഈ മൂവി അപ്പോൾ ഈ പറഞ്ഞ പോലെ മാധവൻകുട്ടിക്ക് ഭയങ്കര വിഷമാവും, ആളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും, പക്ഷെ ആള് രക്ഷപ്പെടില്ല, ആള് മരിച്ചു പോകും. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി ആസ് സച്ച് അതൊരു ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നില്ല കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ സിനിമ. പക്ഷേ നമ്മൾ ലാസ്റ്റ് സീന് എന്താണെന്നറിയില്ല, നമുക്ക് ലാസ്റ്റ് സീനാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സങ്കടം വരും. നെടുമുടി സാറ് ആ മരിക്കുന്ന ഒരു സീന് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സീനാണ്. ഞാൻ ഈ കണ്ണുന്ന് വെള്ളം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നുള്ളത്. പിന്നീട് ഞാനിങ്ങനെ എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്തോ പടം ഭയങ്കര എന്ന് പറയാനുള്ളൊരിത് തോന്നിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് വെക്കുക, ആ കാലത്ത് 1981 എന്ന് പറയുമ്പോൾ അന്ന് ഫിലിംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയെ വേറെയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു വ്യത്യസ്തത തന്നെ. പക്ഷെ ശരിക്കും ആലോചിക്കുമ്പോൾ ശരിയാണ്, അന്നത്തെ കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ TV-യിൽ ഞങ്ങളുടെ വീട്ടിൽ ദൂരദർശനം ഉണ്ടായിരുന്നുള്ളൂ കുറേ നാളത്തേക്ക്. പിന്നെയാണ് അച്ഛൻ കേബിൾ എടുത്തു തരുന്നത്. അപ്പം അന്നൊക്കെ ഞാൻ പഴയ മൂവീസ് കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെയൊക്കെ സ്റ്റോറീസ് ശരിയാണ്, ഒരു പ്രത്യേക ടൈപ്പ്. അതിൽ പ്രേം നസീർ സാറ് തന്നെ അഭിനയമൊക്കെ ഒരു വേറെ ഒരു രീതിയാണ്. പക്ഷെ ഈ പടത്തിലെ പ്രേം നസീർ സാറിൻ്റെ അഭിനയം നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നൊരു അഭിനയം. ഭയങ്കര നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ആ ഒരു മറ്റേ പണ്ടത്തെ മൂവീസൊക്കെ ഒരു ഡ്രമാറ്റിക് സാധനത്തിൽ നിന്ന് ഇത് ഭയങ്കര റിയലിസ്റ്റിക് ഒരു ഇത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഇതൊരു ഭയങ്കര വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ പടം എന്തായാലും എല്ലാവരും കാണണം. നല്ലൊരു മൂവിയാണ്. പക്ഷെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എൻഡിങ് കുറച്ച് നമുക്കൊരു വിഷമം വരുന്നൊരു എൻഡിങ് ആണ്. അപ്പോൾ കണ്ടവരുണ്ടാവാം. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് ഇതിനൊക്കെ പുറകിൽ എന്തൊക്കെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്ക് ഒന്നും അറിയില്ല പറഞ്ഞുതരാനായിട്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കാണാൻ പറ്റുന്നവർ ഈ പടം കാണാം. കാരണം യൂട്യൂബിൽ ഈ മൂവി കിടപ്പുണ്ട്. ചില ചാനൽസിൽ അത് കട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ബട്ട് ട്രൈ ചെയ്യും ഈ മൂവി കാണാനായിട്ട്. കാരണം വേർത്താണ്, കാണാനുള്ളത് ഉണ്ട് ഈ മൂവി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് മൂവി. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂവിയായിട്ട് എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, നമസ്കാരം.